ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശം വേണിയും കൂടെ മിഥുൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് സർപ്രൈസ് ആയിപ്പോയല്ലോ, എന്താ ഈ വഴിക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ വേണി പറയുന്നുണ്ട്, ഒന്നും പറയണ്ട കേട്ടോ ഡോക്ടറെ, നമ്മുടെ ആദർശേട്ടന് ഭയങ്കര ദേഷ്യമായിട്ട് BP കൂടുതലാണോന്നൊന്ന് നോക്കാമെന്ന് ഓർത്ത് വന്നതെന്ന് പറയും കേട്ടോ. ആ സമയത്ത് മിഥുൻ പറയും, അതിനെന്താ ചെക്ക് ചെയ്തേക്കാം, കുഴപ്പമൊന്നുമില്ല, നോർമലാന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ടോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും വേണി പറയുന്നുണ്ടോ, ഓ നിങ്ങൾക്ക് അല്ലെങ്കിലും ഒന്നും തോന്നൂല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, വേണി പറഞ്ഞ പോലെ ഇച്ചിരി കൂടുതലാണെന്ന് പറയുമ്പോൾ വേണി പറയുന്നുണ്ട്, അല്ലെങ്കിലും ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ടാണല്ലോ, എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുവാന്ന് പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ വേണി പറയുന്നുണ്ട്, അമ്മൂമ്മയ്ക്കുള്ള ഇൻസുലിൻ കൂടെ മേടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അവിടെ വന്നൊരു നേഴ്സ് ഹസ്ബൻഡിനെ വിളിക്കുന്ന കേൾക്കുവാണ് കേട്ടോ. ഹസ്ബൻഡ് പറയുന്നുണ്ട്, സാലറി അഡ്വാൻസ് മേടിക്കുമെന്ന് പറയുമ്പോൾ വൈഫ് ഇങ്ങനെ പറയുക, നേഴ്സ് ഇങ്ങനെ പറയുക, പിന്നെ എന്നും സാലറി അഡ്വാൻസാണ്, ഇനി ചോദിച്ചാൽ കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വേണി നേഴ്സിനെ പയ്യെ അവിടെ നിന്ന് പൊക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ പറയുന്നൊരു ഉപകാരം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാമെന്ന് പറയും. എന്നിട്ട് പറയുവാണ്, മിഥുൻ ഡോക്ടറെ കാണാൻ വരുന്ന ഏതെങ്കിലും പെങ്കൊച്ചുണ്ടെങ്കിൽ അതൊന്ന് സ്പൈ വർക്ക് ചെയ്യണമെന്ന് പറയുവാണ്. അപ്പോഴേക്കും നേഴ്സ് പറയുക, അയ്യോ അതൊക്കെ എത്തിക്സിനെതിരല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണി പറയുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളോട് തീവ്രവാദമൊന്നും ചെയ്യാനല്ലോ പറയുന്നത്, ജസ്റ്റ് ആ പുള്ളിക്കാരനെ കാണാൻ വരുന്ന പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരണം, പറ്റില്ലേ പറഞ്ഞു, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം, കാശിന് ആവശ്യമുള്ള വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ ആ നേഴ്സ് പറയുകയാണ്, ഇതാ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം, ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അപ്പം പോവാ ഇവിടുന്ന്, അത് കുഴപ്പമില്ല, ഈ നേഴ്സ് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി സമ്മതിക്കുവാണ് കേട്ടോ. പക്ഷെ പറയുന്നുണ്ട്, ഈ എല്ലാ പെൺപിള്ളേരെയും ഫോട്ടോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് പറയുമ്പോൾ വേണി പറയാം, എല്ലാ പെൺപിള്ളേരെയും അല്ല, സംശയം തോന്നുന്നത്. എന്നിട്ട് ജെസ്സിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ പെണ്ണ് ഇവിടെ വന്നായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുകയാണ്, ഇങ്ങനൊരു കൊച്ചു ഇവിടെ വന്നിട്ടില്ല, അത് ഉറപ്പാണ്. എന്നിട്ട് നേഴ്സ് പറയുന്നുണ്ട്, മിഥുൻ ഡയറക്ടറിൻ്റെ ക്യാരക്ടർ നല്ലതാണെന്നൊക്കെ പറയുമ്പോഴേക്കും വേണ്ടി പറയുന്നുണ്ട്, ഞാൻ സ്വഭാവ സർട്ടിഫിക്കറ്റിനല്ല വന്നേ, നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ക്യാഷ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നേഴ്സ് പറയുകയാണ്, അത് ഞാൻ സെറ്റാക്കിക്കോളാം. എന്നിട്ട് വേണി വന്നിട്ട് ആദർശനോട് പറയുവാണ് കേട്ടോ നടന്ന കാര്യമൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വേണി ഒരു കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് അത് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. പിന്നെ ചാരങ്ങാട് വീടാണ് കാണിക്കുന്നത്, നമ്മുടെ കുഴുത്തുരുപ്പ് വക്കീൽ പ്ലാൻ ചെയ്ത പോലെ വന്നേക്കുവാണ് കേട്ടോ. എന്നിട്ട് മഹാദേവനും രാധാമണി തങ്കച്ചിയും ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുവാണ്. അവർ ചോദിക്കുന്നുണ്ട്, എടോ താൻ അത്യാവശ്യമായിട്ട് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് താൻ എന്താടോ മിണ്ടായിരിക്കുന്നത്, വാ തുറന്ന് കാര്യം പറയാമെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, അതെ ഈ തൃശ്ശൂരുള്ളൊരു ജ്വല്ലറിക്കാർക്ക് അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടൊരു മോഡലിന് വേണം, ഞാൻ നമ്മുടെ ശങ്കരൻ കുഞ്ഞിനോട് ചോദിക്കാതെ ശങ്കരൻ കുഞ്ഞിൻ്റെ ഫോട്ടോ അവരെ കാണിച്ചു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട രാധാമണി തങ്കച്ചി ഇങ്ങനെ, എൻ്റെ മോന് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയല്ലോ ദൈവമേ എന്നൊക്കെ പറയുവാണ്. കേട്ടപാടെ ശങ്കർ പറഞ്ഞു, മോഡലിംഗ് ഒന്ന് പോയി ഞാൻ ചെയ്യുവേല എന്ന് പറയുവാണ് കേട്ടോ. അപ്പം എനിക്ക് പറയുന്നുണ്ട്, അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരുവേല, ഇത് നിനക്ക് കിട്ടിയ നല്ലൊരു അവസരം, നീ വെറുതെ പാഴാക്കരുത്, നിനക്കെന്താ ചെയ്താലോ, നിനക്ക് നല്ല ഫിസിക്കും ഉണ്ട്, കാണാനും കൊള്ളാം, പിന്നെ തൃശ്ശൂർ തന്നെ അല്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശങ്കർ ഇങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും പറയുന്നത് കേട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുഴുത്തുരുപ്പ് വക്കീൽ പറയുകയാണ്, പക്ഷേ ഇതല്ല പ്രോബ്ലം, ഇതിലും വലിയൊരു പ്രോബ്ലം ഉണ്ട്, കാരണം കൂടെ അഭിനയിക്കാനുള്ള ഫീമെയിൽ മോഡലിനെ കിട്ടിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, ഇപ്പോൾ തീരുമാനമായല്ലോ, ഇനിയിപ്പോൾ ഫീമെയിൽ മോഡലിനെ കണ്ടുപിടിച്ചിട്ട് അവരാരാന്ന് വെച്ചാൽ ചെയ്യിപ്പിച്ചോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ടോ, കാശിൻ്റെ വല്ലതും ഇതാണെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു, ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗ പറയുകയാണ്, അത് പേടിക്കേണ്ട ദൈവമാമേ, എൻ്റെ കൂടെ മോഡലിങ് പഠിച്ച കുറേ പിള്ളേരുണ്ട്, അവരോട് ആരോടെങ്കിലും ചോദിക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്ലാൻ പൊട്ടിയല്ലോ എന്നുള്ള രീതിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് മഹാദേവൻ പറയുകയാണ്, അതിപ്പോൾ വേറെ ആൾക്കാരെ എന്തിനാണ് തപ്പിപ്പോന്നേ, എൻ്റെ ഗംഗമോളില്ലേ, മോളിൽ അത്രയും നന്നായിട്ട് ആരും ചെയ്യാൻ സാധ്യതയില്ല ശങ്കറിൻ്റെ കൂടെ എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും എനിക്ക് പറയാം, അതൊന്നും പറ്റില്ല, എനിക്കതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് രാധാമണി തങ്കച്ചി പറയാം, മോളെന്തായി പറയുന്നത്, മോളല്ലേ ഇപ്പം ശങ്കറിനോട് പറഞ്ഞ അവസരങ്ങൾ തേടി വരുവല്ല, കിട്ടുന്ന അവസരം പാഴാക്കരുതെന്ന്, ഇതൊരു നല്ല അവസരമാണ്, മോളത് എടുക്കണമെന്നാ എനിക്കും പറയാനുള്ളതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗയ്ക്കും ഗൗരിക്കും ചെറുതായിട്ട് കാര്യം മനസ്സിലായി തുടങ്ങി. ഗൗരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ശങ്കർ പറയാണ്, എനിക്ക് ഈ പണിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗൗരി പറയാണ്, ശങ്കു എന്തായി പറയുന്നത്, ഇത് ശങ്കുവായിട്ട് അങ്ങോട്ട് പോയി കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് വന്ന അവസരമല്ലേ, ശങ്കർ എന്തായാലും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർ പറയും, എനിക്കിതൊന്നും ശീലമില്ല ഗൗരി, നിനക്കറിയത്തില്ലേ, എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറയും. സ്റ്റേജ് ഫിയർ ആണെങ്കിൽ പേടിക്കേണ്ട ശങ്കു, നമുക്കിവിടെ ഒരു റിഹേഴ്സൽ നടത്താം, ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുവാണ്.
അപ്പോൾ ഈ ശങ്കർ പറയാ ഗൗരിക്ക് വേണ്ടി എൻ്റെ ഗൗരി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഗൗരീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം കേട്ടോ. ഇവിടെ ഷൂട്ടിങ് നടത്തണം, വേറെ എവിടെയും വന്ന് ഞാൻ അഭിനയിക്കുകയല്ല എന്നൊക്കെ ശങ്കർ ഓരോ ഡിമാൻഡ് പറയുവാണ്. ഇത് കേൾക്കുന്ന മണിമുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഹാദേവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് ഗൗരി സമ്മതിച്ചു, അവൾക്ക് ഫോട്ടോഷൂട്ട് നടത്തുന്നതിനും കുഴപ്പമില്ല, ഇതെന്താവോ ഇവളിങ്ങനൊരു സ്വഭാവം എന്നിങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ പറയുവാണ്, എന്തായാലും ആ കടക്കാരെ വിളിച്ച് ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുമെന്ന് പറയുവാണ്. ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും കടക്കാർക്കും ഓക്കെ എന്നുള്ള രീതി പറയുവാണ് കേട്ടോ. അങ്ങനെ രാധാമണി തങ്കച്ചിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പം ഗംഗയ്ക്കും ഏകദേശം കാര്യം മനസ്സിലായത് ഗംഗയും എന്തായാലും ആട്ടെ, ബാക്കി ഇനി കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഗംഗയും ഗൗരിയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ ചാരങ്കാട്ട് വീട്ടിലും ഗംഗയുടെ മുറിയിലോട്ട് രാധാമണി തങ്കച്ചി ചെല്ലുവാണ്. രാധാമണി തങ്കച്ചി എന്നിട്ട് പറയും, മോൾ ഉറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, മോളെ ഈ അവസരം മോൾ പാഴാക്കരുതെന്ന് പറയും. അവസരമോ, എന്തവസരം എന്ന് പറയും ഫോട്ടോഷൂട്ടിൻ്റെ. മോൾ ഓർക്കുന്ന പോലെ അത് വെറുതെ വന്ന ഫോട്ടോഷൂട്ടൊന്നുമല്ല, ഈ രാധമ്മായും ദേവമാമനും ഒരുപാട് കഷ്ടപ്പെട്ട് മോളുടെ കൈവെള്ളയെ കൊണ്ട് വെച്ച് തന്ന ഫോട്ടോഷൂട്ടാന്ന് പറയും കേട്ടോ. അപ്പം ഗംഗ നിങ്ങൾ എന്തേ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ പറയും, അത് നമ്മൾ വക്കീലിനെയും കൊണ്ട് ഇങ്ങനെ സെറ്റാക്കിയത് മോക്കിങ്ങനെ ശങ്കറിൻ്റെ കൂടെ ഒരു അവസരം കിട്ടാമെന്ന് പറയും. അപ്പോഴേക്കും ചോദിക്കും, ശങ്കറിൻ്റെ കൂടെ ഒരു അവസരം കിട്ടാനോ എന്നിങ്ങനെ പറയും. അതേന്നേ, ഇത് ഉണ്ടായിരുന്ന ഫോട്ടോഷൂട്ടൊന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്തതാണ് മോക്ക് ശങ്കറിൻ്റെ കൂടെ ഇഴുകി ചേർന്ന് അഭിനയിക്കാമെന്ന് പറയും. അപ്പോഴേക്കും പെട്ടെന്ന് ഗംഗ പറയും, ഇഴുകി ചേർന്ന് അഭിനയിക്കാനോ, എനിക്കങ്ങനെ ഇഴുകി ചേർന്നൊന്നും അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, അതൊന്നും മോൾ വിഷമിക്കേണ്ട, അതൊക്കെ ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മോൾ ശ്രമിച്ചാൽ പറ്റും, എന്തായാലും പറ്റും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗംഗ മനസ്സിൽ പറയുകയാണ്, രണ്ടുപേരും പ്ലാൻ കൊള്ളാം, ശരിയാക്കി തരുന്നുണ്ട്, കുറേ സ്വപ്നം കണ്ടു രണ്ടുപേരും എന്തായാലും എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയുകയാണ്, എന്നാലും അതൊന്നും ശരിയാവുകയില്ല, കാരണം ഇഴുകി ചേർന്ന് അഭിനയിച്ചാൽ പോലും അതൊക്കെ കണ്ട് ഗൗരി മിണ്ടാതെ നിൽക്കുമോ, ഗൗരി പ്രശ്നം ഉണ്ടാക്കുമല്ലേ, ഗൗരിക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരുമല്ലേ രാധമ്മായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധമ്മായി പറയാണ്, അങ്ങനെ അവൾക്ക് ദേഷ്യം വരണം, അതിനു വേണ്ടി തന്നെയാണ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, അങ്ങനെ ദേഷ്യവും വന്ന് സങ്കടവും വന്ന് അവൾ പ്രതികരിച്ചാലും പ്രത്യേകിച്ച് ആരും അവളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തോന്നണം. ശങ്കറിനെ അപ്പോഴേക്കും മോൾ എങ്ങനെയും മോളുടെ കഴിവ് കൊണ്ട് വരുതിക്കാക്കണം, എങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടോ. എന്നിട്ട് പറയാം, അങ്ങനെ വിഷമിച്ച് അവൾ ഈ പടി ഇറങ്ങി പോകുന്ന രാധമ്മായിക്ക് കാണണം, അതാ നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് ഗംഗ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.